ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഈസി, ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാൻ ആദ്യം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചതച്ച് മാറ്റി വെക്കുക. ഇനി പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നെയ്യിട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യാണ് ഇവിടെ ചേർക്കുന്നത്, ഒരുപാടൊന്നും എടുക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ എല്ലാം ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി സവാള ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത് അതുകൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്താൽ നമ്മുടെ സവാള നല്ല രീതിയിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റല്ല, ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് നല്ല രീതിയിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല എന്നിവയാണ് ചേർത്തത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ചേർത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഞാൻ വെജിറ്റബിൾസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി വൃത്തിയാക്കി എടുത്തതാണ്. പിന്നെ തക്കാളി കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുത്തു. ഇനി അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി മല്ലിച്ചപ്പ്, പുതിന എന്നിവ അരിഞ്ഞത് കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം ഞാൻ ചേർക്കുന്നത് ബീൻസാണ്. അപ്പോൾ ബീൻസ് ഇട്ട് കൊടുത്തു. ഇനി ക്യാരറ്റും ചേർത്ത് കൊടുത്തു. ലാസ്റ്റ് കോളിഫ്ലവർ കൂടെ ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ ആ മസാലയൊക്കെ കഷ്ണങ്ങളിലേക്ക്, നമ്മൾ വെജിറ്റബിൾ കഷ്ണങ്ങളിലേക്കൊക്കെ ആവുന്ന രീതിയിൽ വഴറ്റി സെറ്റാക്കി വെക്കുക. 2 മിനിറ്റ് ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന അരി മംഗള റൈസാണ്. അപ്പോൾ അത് 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ്. അപ്പോൾ ഞാനത് കഴുകി നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, 4 ഗ്ലാസ് വെള്ളം. അപ്പോൾ അത് ഞാനിതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി അത് മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എനിക്ക് ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്ത് ഞാൻ മൂടി വെച്ച് വേവിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ കുറച്ച് കോളിഫ്ലവർ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനൊന്ന് മൂടി തുറന്ന് നോക്കി. ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ വറ്റി സെറ്റായി വരുന്നുണ്ട്. എന്നാലും ഒരു കുഴഞ്ഞ രൂപത്തിലാണുള്ളത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതുകൂടെ ഞാനൊന്ന് ചോറൊക്കെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണിയൊക്കെ അവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മല്ലിച്ചപ്പും പുതിനയും കൂടെ ചേർത്ത് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. ഇനി നമുക്ക് എയർ ഫ്രയറിലാണ് ഞാനിവിടെ നമ്മുടെ കോളിഫ്ലവർ വറുത്തെടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ എയർ ഫ്രയർ ഇവിടെ കൊണ്ടുവച്ചിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്നത് ഫ്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ട് ഞാനിത് എയർ ഫ്രയറൊക്കെ സെറ്റാക്കി 140 ഡിഗ്രിയിലൊക്കെയാണ് വെക്കുന്നത്. 15 മിനിറ്റ് സെറ്റാക്കി വെക്കുന്നുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിതാ സൗണ്ടൊക്കെ പോയി ഒന്ന് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്, മറ്റേ ഭാഗം ഇതുപോലെ ഞാൻ ഒന്നുകൂടെ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട് 140 ഡിഗ്രിയിൽ. അപ്പോൾ അതും കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് തുറന്ന് നോക്കാം. ബിരിയാണിയൊക്കെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വിളമ്പിയാലോ? അപ്പോൾ ഞാൻ പ്ലേറ്റ് എടുത്തു, അതിലേക്ക് ബിരിയാണിയൊക്കെ ഇട്ടു. ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിന ചമ്മന്തിയാണ്, പുതിന, മല്ലിച്ചപ്പ് എല്ലാം ചേർത്ത് അരച്ച ചമ്മന്തിയും പിന്നെ സാലഡ് കൂടെ
ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ കോളിഫ്ലവർ പൊരിച്ചതുകൂടെ ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്